നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ചയാണ്. ഇന്നലെ ഇന്ത്യൻ വിപണികളിൽ വീണ്ടും ഒരു കനത്ത സെൽ ഓഫ് ആണ് കാണാൻ കഴിഞ്ഞത്. ഇന്നലത്തെ ഇടിവിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നോക്കുകയാണെങ്കിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഡീഷണലായി ഏർപ്പെടുത്തിയ 25% താരിഫ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് പ്രാബല്യത്തിൽ വന്നത്. ബുധനാഴ്ച നമ്മുടെ മാർക്കറ്റ് അവധിയായതുകൊണ്ട് തന്നെ ഇന്നലെ വ്യാഴാഴ്ചയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ പോസിറ്റീവായ ഒരു ഡാറ്റ പുറത്തു വന്നത് IIP ഗ്രോത്ത് ഡാറ്റ 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് എന്നത് പോസിറ്റീവായി തന്നെ കാണാം. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് വ്യാഴാഴ്ച S&P 500-ഉം ഡൗ ജോൺസും റെക്കോർഡ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. എൻവിഡിയുടെ ഫലങ്ങൾ പ്രതീക്ഷിച്ചതിലും ദുർബലമായിരുന്നു. പക്ഷേ കമ്പനികൾ ഇപ്പോഴും AI ഇൻഫ്രാസ്ട്രക്ചറിനായി ധാരാളം ചെലവഴിക്കുന്നു എന്നത് പ്രതീക്ഷ നൽകുന്നു. എൻവിഡിയ ഇന്നലെ അവിടെ 0.8% ഇടിഞ്ഞത്. ഇനി മറ്റ് AI ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ ആൽഫബറ്റ് 2% നേട്ടമുണ്ടാക്കി. ആമസോൺ 1% ഉയർന്നു. ചിപ്പ് മേക്കർ ബ്രോഡ്കോം 3% നേട്ടവും ഉണ്ടാക്കി. ഇനി S&P 500-ലെ 11 സെക്ടറുകളിൽ ഇന്നലെ 7 സെക്ടറുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ തന്നെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആയിരുന്നു. 0.94% ഉയർന്നു. കൂടാതെ എനർജി സെക്ടറും 0.68% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് US-ൽ നിന്നും പുറത്തു വരാനിരിക്കുന്നത് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയാണ്. ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പോലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഈ ഡാറ്റ നിർണായകമായൊരു പങ്ക് വഹിക്കുക തന്നെ ചെയ്യും. ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ഒരിക്കൽ കൂടി മിക്സഡ് ആയിട്ടാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 2% ഇടിഞ്ഞു. വിപ്രോ 0.36% ഇടിവ് രേഖപ്പെടുത്തി. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.69% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1.62% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഡോക്ടർ റെഡ്ഡി 0.21% ഇടിഞ്ഞു. മറ്റ് അസറ്റ് ക്ലാസുകളിൽ ബിറ്റ്കോയിൻ $1,12,000 ട്രേഡ് ചെയ്യുന്നു. ഗോൾഡ് പ്രൈസുകളിൽ സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.6% നേട്ടമുണ്ടാക്കിയതോടെ ഗോൾഡ് പ്രൈസുകൾ 5 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 75,240 രൂപയാണ്. വ്യാഴാഴ്ച എണ്ണവില ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഉക്രൈനെതിരായ റഷ്യയുടെ രാത്രികാല മിസൈൽ കൂടാതെ ഡ്രോൺ ആക്രമണങ്ങളിൽ അതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തനാണ് എന്ന് വൈറ്റ് ഹൗസ് പറഞ്ഞതോടെയാണ് ഓയിൽ പ്രൈസുകൾ ഉയർന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 0.07% ഇടിവിലും WTI ട്രേഡ് ചെയ്യുന്നത് 0.6% ഇടിവിലുമാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ 3 മാസത്തേക്ക് വെറും 1,299 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. അതും 55% ഡിസ്കൗണ്ടോട് കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഓണം ഓഫർ ഉള്ളത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ 25% അധിക താരിഫ് ഏർപ്പെടുത്തിയത് ബുധനാഴ്ചയായിരുന്നു പ്രാബല്യത്തിൽ വന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്നലെ വ്യാഴാഴ്ച നമ്മുടെ മാർക്കറ്റിൽ കനത്ത ഇടിവുണ്ടായത്. ബുധനാഴ്ച നമ്മുടെ മാർക്കറ്റിൽ ഒരു ഹോളിഡേ ആയതുകൊണ്ടാണ് വ്യാഴാഴ്ച അതിൻ്റെ എഫക്റ്റ് നമുക്കുണ്ടായത്. ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തിയ പ്രധാനപ്പെട്ട മേഖലകൾ നോക്കുകയാണെങ്കിൽ സേവന മേഖല 2.27% ഇടിഞ്ഞു. ടെലികോം 1.73% ഇടിഞ്ഞു. ടെക് ഓഹരികൾ 1.68% ഇടിഞ്ഞത്. റിയാലിറ്റി സെക്ടർ 1.59% ഇടിഞ്ഞു. FIS ഇന്നലെയും ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് തന്നെയായിരുന്നു. കൂടാതെ ഈ വർഷത്തെ DIE നിക്ഷേപം 5 ലക്ഷം കോടി കവിഞ്ഞു. ഇതുവരെ അവരുടെ മൊത്തം നിക്ഷേപത്തേക്കാൾ കൂടുതലാണിത്. മറ്റൊരു മുഖ്യമായിട്ടുള്ള വാർത്ത കൂടി പുറത്തു വരുന്നത്, RBI ബുള്ളറ്റിൻ പ്രകാരം സ്വകാര്യ മേഖലയിലെ നിക്ഷേപം 2025 സാമ്പത്തിക വർഷത്തേക്കാൾ 20% കൂടുതലാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ ഇത് 2.67 ലക്ഷം കോടി രൂപയായിരിക്കും. സ്വകാര്യ മേഖലയ്ക്ക് ഇത് തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഹെക്സാവെയർ ടെക്നോളജീസ്. എന്റർപ്രൈസ് സോഫ്റ്റ്വെയർ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി റിപ്ലീറ്റുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ച് ഹെക്സാവെയർ ടെക്നോളജീസ്. അടുത്ത് ICICI ബാങ്കാണ്. ബാങ്കിൻ്റെ ചീഫ് കംപ്ലയൻസ് ഓഫീസർ സുബൈർ സാഹ വിരമിച്ചു. അനീഷ് മാധവനാണ് പുതിയ കംപ്ലയൻസ് ഓഫീസർ. മറ്റൊരു കമ്പനി NTPC ആണ്. കൽക്കരി ഖനന ബിസിനസ് NTPC മൈനിങ്ങിന് കൈമാറുന്നു. മറ്റൊരു കമ്പനി ഹിമാജ് സിംഗെ സൈഡി എന്ന കമ്പനിയാണ്. സെപ്റ്റംബർ 2 ബോർഡ് യോഗം ചേരും. ഫണ്ട് സ്വരൂപിക്കുന്നതിനാണ് ബോർഡ് യോഗം ചേരുന്നത്. അടുത്തത് ലെമൺ ട്രീ ഹോട്ടൽസ് ആണ്. ഡെറാഡൂണിലെ പുതിയ ഹോട്ടലിനായി കമ്പനി പുതിയ ലൈസൻസ് കരാറിൽ ഒപ്പുവെച്ചു. അടുത്തത് ശുക്ര ഫാർമ എന്ന കമ്പനിയാണ്. അഫ്ഗാനിസ്ഥാനിലേക്കുള്ള മരുന്ന് വിതരണത്തിനായി 24.06 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനി നേടി.
അടുത്ത മുത്തൂറ്റ് ഫിനാൻസ്. അനുബന്ധ സ്ഥാപനമായ മുത്തൂറ്റ് മണിയിലേക്ക് 500 കോടി രൂപ കമ്പനി നിക്ഷേപിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഇല്ല. ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, ടെക്നിക്കൽ അനാലിസിസിൽ ഉപയോഗിക്കുന്ന വിവിധതരം ടൂൾസുകളെ കുറിച്ച്, ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച്, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളിലൂടെ നമ്മൾ ഈ കോഴ്സിൽ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. മറ്റ് എല്ലാ വിവരങ്ങൾക്കും ഈ വാട്സപ്പിൽ നമ്മൾ ഉത്തരം പറയുന്നതാണ്. അടുത്ത FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 3857 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIS ആവട്ടെ 6920 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. DIS കണ്ടിന്യൂസ് ആയിട്ട് ശക്തമായിട്ടുള്ള ബൈയിങ്ങിൽ തന്നെയാണുള്ളത്. പക്ഷേ DIS ആണെങ്കിൽ സെല്ലിംഗ് മോഡിൽ തന്നെയുമാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.38% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.13% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത് 24,714 എന്ന നിലയിൽ 69 പോയിന്റ്സ് ഉയർന്നാണ്. ഏതായാലും നിഫ്റ്റിയിൽ ഇന്നൊരു പോസിറ്റീവ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 24,501-ൽ 211 പോയിന്റ്സ് ഇടിഞ്ഞാണ്. അതായത് ചെറിയൊരു പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 24,500-ൽ ക്ലോസ് ചെയ്തു എന്നത് തന്നെയാണ്. ഇനി നിഫ്റ്റിയെക്കുറിച്ച് കൂടുതലായി പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു സോണിൻ്റെ താഴെയായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിഫ്റ്റിയുടെ ആ ഒരു ലോവർ എൻഡിൽ ടച്ച് ചെയ്തെങ്കിലും ഇവിടെ നിന്നും ഒരു ബൗൺസ് ബാക്ക് ലഭിക്കുമോ എന്ന് തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഉറ്റുനോക്കുന്നത്. എന്നിരുന്നാലും ഇനി ഒരുപക്ഷെ ഈ ഒരു സോണിൽ നിന്നും ഡൗൺ ആവുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ മറ്റൊരു സപ്പോർട്ട് കൂടിയുണ്ട്. ഏതായാലും ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 24,300 മുതൽ 24,250 വരെയുള്ള ഈ ഒരു സോൺ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് ലെവലിൽ നിന്നാണ് നമുക്കൊരു ബൗൺസ് ബാക്ക് ലഭിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്സൈഡിൽ ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,670-മാണ്. നിഫ്റ്റി ഇന്നലെ 100 EMAക്ക് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഡൗൺ സൈഡിൽ 200 EMA വരുന്നത് 24,270 ലെവലിലും ഓഗസ്റ്റ് മാസത്തെ ലോ ആയിട്ട് വരുന്നത് 24,340 ലെവലിലുമാണ്. ഈ രണ്ട് ലെവലുകളും ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകളാണ്. കൂടാതെ ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ ബിയറിഷ് വോളിയം നോക്കിക്കഴിഞ്ഞാലും ആവറേജ് വോളിയത്തേക്കാൾ കൂടുതലുള്ള ഒരു ബിയറിഷ് വോളിയം തന്നെയാണ് ഇന്നും ഫോം ആയിരിക്കുന്നത്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ബാങ്ക് നിഫ്റ്റി 53,820-ൽ 630 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏറെ ദിവസങ്ങളായിട്ട് ഡൗൺ സൈഡിലെ ഈ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. കൃത്യമായി തന്നെ 54,440 മുതൽ 53,880 വരെയുള്ള ഈ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോണിൽ ബാങ്ക് നിഫ്റ്റി ടച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി പ്രധാനമായിട്ടും ഈ സോണിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഇവിടെ നിന്നും ഒരു ബൗൺസ് ബാക്ക് ലഭിക്കുമോ എന്ന് തന്നെയാണ്. ഇനി വരും ദിവസങ്ങളിൽ ഈ സോണിനുള്ളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും 53,570 ലെവലിലാണ് ഡൗൺ സൈഡിൽ 200 EMA ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സോണിനുള്ളിൽ തന്നെയാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ 2,999 രൂപയുടെ 3 മാസത്തെ പാക്കേജ് ഇപ്പോൾ വെറും 55% ഡിസ്കൗണ്ടോടുകൂടി 1,299 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് പരമാവധി പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. സീറ്റുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിട്ടുള്ളത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.